മലപ്പുറത്ത് നിന്ന് ഇന്നലെ മുതൽ കാണാതായ +2 വിദ്യാർത്ഥികളായ ഫാത്തിമയും അശ്വതി മുംബൈയിലെത്തിയ നിർണായക വിവരങ്ങൾ വരുന്ന മണിക്കൂറാണിത്. ഇവർ മുംബൈയിൽ ഒരു ഹെയർ സലൂണിലെത്തിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. ഇവർ ഹെയർ സലൂണിലെത്തിയ കാര്യം സലൂൺ ഉടമയ മലയാളി കൂടിയായ ലൂസി സ്ഥിരീകരിക്കുന്നു. എങ്ങോട്ട് പോകണമെന്ന ചോദ്യത്തിൽ പൻവേലിൽ സുഹൃത്തിന്റെ വിവാഹത്തിനെത്തിയതാണെന്ന വിശദീകരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉത്തരമാണ് ആ പെൺകുട്ടികൾ സലൂൺ ഉടമയോട് പറഞ്ഞിരിക്കുന്നത്. ഈ സലൂൺ സ്ഥിതി ചെയ്യുന്നത് CST എന്ന സ്ഥലത്താണ്. പൻവേലിലേക്ക് തിരിച്ചു പോകാൻ അവർ ഒരുങ്ങുകയായിരുന്നു എന്നാണ് സലൂൺ ഉടമ അടക്കം പറയുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളുമായി മുംബൈയിൽ നിന്ന് ചെയ്യുന്നു. ശ്രീനാഥ്, ഈ കുട്ടികൾ പൻവേലിൽ നിന്ന് CSTയിലേക്ക് വരുന്നു. അവിടെ ഒരു മലയാളിയോട് ഇവർ ഈ സലൂണിലേക്കുള്ള വഴി ചോദിക്കുന്നുണ്ട്. ഈ മലയാളിയോട് അവരെന്താണ് ചോദിച്ചത്? സലൂൺ എവിടെ, പെർട്ടിക്കുലറായി ഈ സലൂണിന്റെ പേരെടുത്തുകൊണ്ടുള്ള ചോദ്യമായിരുന്നു, അല്ലെങ്കിൽ സലൂൺ എവിടെയെങ്കിലും ഉണ്ടോ എന്ന ഒരു നോർമൽ ചോദ്യമായിരുന്നു? എന്തായിരുന്നു ഇവരുടെ ചോദ്യത്തിന്റെ ഒരു ആധാരം? ഈ മലയാളിയാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ശേഷമായിരുന്നു ഇയാളോട് ചോദ്യം ചോദിച്ചത്? ഇവർ ആദ്യം CST റെയിൽവേ സ്റ്റേഷനിലേക്ക് അവർ എത്തുന്നു. പൻവേലിൽ നിന്ന് ട്രെയിൻ മാർഗം എത്തുന്നു. അവിടെ ഇറങ്ങിയതിന് ശേഷമാണ് മിനാസ് എന്ന ആളോട് വഴി ചോദിക്കുന്നത്. മിനാസ് മുംബൈ CSTയിൽ തന്നെ ഇലക്ട്രോണിക് കട നടത്തുന്ന ആളാണ്. അദ്ദേഹത്തോട് കടയ്ക്ക് പുറത്ത് ഇയാൾ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ സലൂൺ എന്ന് ചോദിച്ചത്. സംസാരത്തിൽ തന്നെ മലയാളികളാണെന്ന് മനസ്സിലായി. ഈ CST മേഖലയിൽ തന്നെ ഒരുപാട് മലയാളികൾ കട നടത്തുന്ന ഒരു ഇടം കൂടിയാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ഈ മിനാസിനോട് വഴി ചോദിക്കുന്നു. മിനാസ് ഇതുപോലെ ഈ ഫൗണ്ടൈൻ പ്ലാസ എന്ന അവിടെയുള്ള ഒരു റെസ്റ്റോറന്റിന് എതിർവശത്ത് ഒരു സലൂൺ ഉണ്ട് എന്ന വിവരം കൈമാറുന്നു. ഈ സമയത്ത് ഇവർ മുഖം മറച്ചിരുന്നു, ഷാള് കൊണ്ട് മുഖം മറച്ചിരുന്നു എന്നാണ് മിനാസ് പറയുന്നത്. ഇവർക്കൊപ്പം മറ്റാരെങ്കിലും ഉള്ളതായും കണ്ടില്ല. ഈ 2 പെൺകുട്ടികളെ മാത്രമേ താൻ കണ്ടുള്ളൂ എന്നും മിനാസ് പറയുന്നുണ്ട്. അതിനുശേഷം അവർ ഈ സലൂണിലേക്ക് പോയി, മിനാസ് പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് പോയി. അതിനുശേഷം ഏതാണ്ട് 2 മണിക്കൂർ കഴിഞ്ഞാണ് ഇവർ മടങ്ങി വരുന്നത് എന്ന് പറയുന്നു. ഈ സമയത്ത് മിനാസ് കടയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ കടയിലെ ജീവനക്കാരനോട്, ഈ കടയിലേക്ക് തന്നെ വന്ന് ജീവനക്കാരനോട് മാസ്ക് കിട്ടുമോ എന്ന് ചോദിച്ചു. 2 മാസ്ക് വേണമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ മാസ്ക് ഇല്ല എന്ന് പറഞ്ഞതോടെ അവർ അവിടെ നിന്ന് മടങ്ങി. ഇത്രയുമാണ് മിനാസിനും അറിയാവുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഇങ്ങനെ നാട്ടിൽ നിന്ന് വന്ന കുട്ടികളാണ് എന്ന അടക്കമുള്ള വിവരങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഈ സലൂൺ കൃത്യമായി മനസ്സിലാക്കി വന്നതല്ല എന്നതാണ് ഈ ചോദ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. എവിടെയാണ് അടുത്തുള്ള ഒരു സലൂൺ എന്ന് മാത്രമാണ് മിനാസിനോട് ചോദിക്കുന്നത്. കൃത്യമായി ഇങ്ങനെ ഒരു സ്ഥലം, തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്ഥലം അയാൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതൊരു മലയാളിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് എന്ന കാര്യം മിനാസിന് അറിയാം. അതുകൊണ്ട് ഈ കുട്ടികളെ നേരിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുകയുമായിരുന്നു ചെയ്തത്. പിന്നീട് അവിടെ നിന്ന് കുട്ടികൾ മടങ്ങി. ഇതിനിടെ ഈ മുടി വെട്ടുന്നതിനിടെ ഈ കുട്ടികളുടെ സംസാരത്തിൽ നിന്ന് ഹിന്ദി കാര്യമായി അറിയാത്ത ആളുകളാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് കടയുടമയായ സ്ത്രീ തന്നെ അവരോട് മലയാളത്തിൽ എവിടെ നിന്നാണെന്ന് ചോദിക്കുന്നത്. ഒരു കല്യാണത്തിന് വന്നതാണ് എന്ന് പറയുന്നു. മൊബൈൽ ഫോണൊന്നും ഞങ്ങളുടെ കൈവശമില്ല എന്നതാണ് കുട്ടികൾ പറയുന്നത്. കാരണം ഈ സലൂണിൽ എത്തുന്ന ആളുകളുടെ പേരും നമ്പറും ഒക്കെ അവിടെ എഴുതി വെക്കുന്ന ഒരു രീതിയുണ്ട്. അതിനുവേണ്ടിയാണ് നമ്പറും മറ്റും ചോദിച്ചത്. അപ്പോഴാണ് മൊബൈൽ ഇല്ല എന്ന് കുട്ടികൾ പറയുകയും ചെയ്തത്. മറ്റൊരാളെ വിളിക്കാനുണ്ട്, ഒന്ന് ഫോൺ തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ സലൂണിൽ നിന്നുള്ള ഒരു മൊബൈൽ ഉപയോഗിച്ചാണ് കുട്ടികൾ പുറത്തേക്ക് വിളിച്ചത്. ഇത് ഈ റഹീമിനെ ആണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ എന്ത് കാര്യങ്ങൾ സംസാരിച്ചു എന്നതിനെ കുറിച്ചൊന്നും തന്നെ വ്യക്തതയില്ല. പിന്നീട് അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. പിന്നീട് എങ്ങോട്ടാണ് പോയത് എന്നതിനെ കുറിച്ചാണ് വ്യക്തതയില്ലാത്തത്. ഇതിനിടെ ഈ മുടിവെട്ടുന്നതിനിടെ, ഈ സംഭാഷണങ്ങളൊക്കെ നടക്കുന്നതിനിടെ പൻവേലിലേക്കുള്ള ദൂരത്തെക്കുറിച്ചും മറ്റുമൊക്കെ എങ്ങനെ പോകുമെന്നതിനെ കുറിച്ചൊക്കെ ഇവർ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. അതാണ് ഒരു പക്ഷേ അങ്ങോട്ട് പോകാനുള്ള ഒരു സാധ്യത നമ്മുടെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത്. മറ്റെവിടെയെങ്കിലും പോകാനുള്ള ഒരു സാധ്യതയോ സൂചനകളോ ഒന്നും തന്നെ ഇതുവരെ നമ്മുടെ കൈവശമില്ല. ഇവർക്ക് ഏതായാലും മുംബൈയിൽ കാര്യമായി പരിചയങ്ങളൊന്നുമില്ല എന്നതാണ് ഇവരുടെ സംസാരത്തിൽ നിന്നുമൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അത്രയുമാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നമുക്ക് മുന്നിലുള്ള ഒരേ ഒരു സൂചന, ഒരു പക്ഷേ പൻവേലിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് കണ്ടെത്താൻ കഴിയും എന്നത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും പദ്ധതിയോ മറ്റാരെങ്കിലും പരിചയമൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും. അതിനപ്പുറത്തേക്ക് അവരെ തിരയുന്നുണ്ടെന്ന് അവർക്ക് കൃത്യമായി അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ നീക്കങ്ങളെല്ലാം മുഖം മറച്ചായിരുന്നു. CSTയിൽ ഒരു സലൂണിലെത്തി അവിടെ നിന്ന് പൻവേലിലേക്ക് പോകുമെന്നാണ് പെൺകുട്ടികൾ പറഞ്ഞത്. ആ പറഞ്ഞത് എത്രത്തോളം സത്യമാണെന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പൻവേലിലേക്ക് മടങ്ങുകയാണെങ്കിൽ പൻവേലി കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള തിരച്ചിൽ അവിടെ നടക്കുന്നുണ്ട്. മറ്റെവിടേക്കെങ്കിലും പോകാൻ സാധ്യതയുണ്ടോ നടക്കം ഈ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഊർജിത തെരച്ചിലാണ് നാടാകെ. വാർത്തകളിലേക്ക് തിരികെ വരാം. ചെറിയ ഇടവേളയ്ക്ക് ശേഷം പ്രിയ പ്രേക്ഷകർ.